ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ളവർ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിൽ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത റവയൊന്നുമല്ല, സാധാരണ നോർമൽ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സോ കപ്പോ എന്താണ് അളക്കുന്നത് അതിൽ തന്നെയാണ് നമുക്കിതിനാവശ്യമുള്ള വെള്ളം ചേർക്കേണ്ടത്. പിന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു ടീസ്പൂണോളം അയമോദകം, ഒരു അര സ്പൂൺ ഉണ്ടാവും അയമോദകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ നല്ല ജീരകം ചേർക്കാം. പിന്നെ നമുക്ക് മല്ലിയില വേണം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ കൂടി വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റവേനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ റവ എടുത്തതുകൊണ്ട് തന്നെ ഒരു 1.25 ഗ്ലാസ്സോളം വെള്ളം ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിനൊക്കെ കൂടിയിട്ടുള്ള ഉപ്പാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് തണുത്തതിന് ശേഷം ഞാൻ ഒരു വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ, കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേവിച്ച് ഉടച്ചിട്ടൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പച്ചമുളക്, ഇത് വലിയ എരിവുള്ള പച്ചമുളകൊന്നുമല്ല, അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി താല്പര്യം അങ്ങനെ ചേർക്കാം. അപ്പോൾ എരിവ് തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ അയമോദകം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മുറുക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അയമോദകത്തിന് പകരം ചെറിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ തന്നെ കിട്ടും നമ്മുടെ സ്നാക്കിന്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് തണുത്ത് കഴിഞ്ഞാലും നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡോ തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്ക് ചപ്പാത്തി മാവിനൊക്കെയുള്ള ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊരു ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള അട്രാക്റ്റീവ് ആകുന്ന ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ബോൾസിൻ്റെ ഷേപ്പിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളതിനനുസരിച്ച് ഫ്രൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒന്നിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ സ്നാക്കായിട്ട് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്.
അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഞാൻ സെയിം ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇടുക, അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലും പിന്നീട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്ത റവയായതുകൊണ്ട് തന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ലൊരു ക്രിസ്പിയും അതുപോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണമെങ്കിൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റും അതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് വരുമ്പോഴേക്കും താങ്ക്